and welcome to Dhanya's classes. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 8ത്തെ മാത്സിലത്തെ ഫസ്റ്റ് ലെസൺ ആയ ഈക്വൽ ട്രയാങ്കിൾ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ലെസണിൻ്റെ ഹെഡിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈക്വൽ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ട്രയാങ്കിൾസിനെ കുറിച്ചുള്ള കുറച്ച് റൂൾസ് ആണ് നമ്മൾ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയാങ്കിളിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ 2 ട്രയാങ്കിൾ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ട്രയാങ്കിൾ എ ബി സിയും ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, ട്രയാങ്കിൾ പി ക്യു ആറും ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വരുന്നത്, ഇതിൻ്റെ സൈഡ്സ് നോക്കൂ, 4 സെൻറ്റിമീറ്റർ, അടുത്ത സൈഡ് 5 സെൻറ്റിമീറ്റർ, പിന്നത്തെ സൈഡ് 7 സെൻറ്റിമീറ്റർ. സെയിം തന്നെയാണ് ഇവിടെയും ഉള്ളത് അല്ലേ. ഈ സൈഡിൽ 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ. അതായത് ആംഗിൾ എ ബി സിയുടെ സൈഡ്സിൻ്റെ ലെങ്ത്തും അതുപോലെ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്തും സെയിം ആണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ റൂൾ എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു സൈഡ്സ് ഓഫ് another triangle, then the angles of the triangles are also equal. Okay, clear ആയല്ലോ. അതായത് if the sides of one triangle are equal to sides of another triangle, then the angles of the triangles are also equal. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ വരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് റൂളായിട്ട് ജനറൽ റൂളായിട്ട് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ റൂള് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസും ഈക്വൽ ആവുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് നമുക്കുള്ളത് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് പറയാം. അപ്പം ഞാൻ പറയാണ് ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ, അല്ലെങ്കിൽ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഇങ്ങനെ ഞാൻ തോന്നിയ പോലെ പറയണേ. ആംഗിൾസ് സൈഡ്സ് ഈക്വൽ ആണല്ലോ, അപ്പം എന്നാൽ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാത്ത റൂളാണ്. അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആവും. അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രിയിലാണ് കൊടുക്കുന്നത്. അത് ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് റോങ് ആണ്. അല്ലെങ്കിൽ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് റോങ് ആണ്. അപ്പോൾ ഇനി അതിൻ്റെ റൂൾ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവാന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത റൂള്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി സെക്കൻഡ് റൂൾ ഞാൻ പറയാൻ പോവാണ്. ഇഫ് ദ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, ദെൻ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്. അപ്പം ഇവിടെ നോക്കാം, ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് അല്ല. അപ്പം ഈക്വൽ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ബി സിയും അതുപോലെ തന്നെ ഇവിടെ എന്താണ് ക്യു ആർ ആണ് ഈക്വൽ സൈഡ്. അതായത് ബി സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്, ക്യു ആർ എന്ന് പറയുന്നതും എന്താണ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ആയിരിക്കും ഈക്വൽ ആവുക. അപ്പോൾ ബി സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ബി സിയിൽ നിന്ന് ഒരു ഇത് കൺസ്ട്രക്ഷൻ പോയി ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഏത് ആംഗിളിലേക്കാണ് എത്താ, ആംഗിൾ എ ഈക്വൽ ടു ഇതേപോലെ തന്നെ ഈ 5 ഈ സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഏത് ആംഗിളിലേക്ക് എത്തും, ആംഗിൾ പി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, ഇനി നമുക്ക് വേറെ എങ്ങനെ പറയാൻ പറ്റും, ഇവിടെ ഇനി 4 സെൻറ്റിമീറ്റർ ഉള്ളത് നോക്കാം. അതായത് എ ബിയും 4 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ ഏതാണ് 4 സെൻറ്റിമീറ്റർ, പി ആറും 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇത് രണ്ടും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏതൊക്കെ ആംഗിൾ ആയിരിക്കും ഈക്വൽ ഉണ്ടാവുക, എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ, എ ബിയിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ഏത് ആംഗിളിലേക്കാണ് കിട്ടുക, ആംഗിൾ സി, ആംഗിൾ സി ഈക്വൽ ടു ഇനി പി ആറിൽ നിന്ന് ഒരു ലൈൻ ഡ്രോ ചെയ്ത ഇതിലേക്കാണ് കിട്ടുക, ആംഗിൾ ക്യൂ. ഓക്കെ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ് ആർ ഈക്വൽ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനി എ സി ഈക്വൽ ടു ഏതാണ്, എ സി ഈക്വൽ ടു പി ക്യൂ ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. അങ്ങനെ ആകുമ്പോൾ ഏത് ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവുക, എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി ഈക്വൽ ടു അതുപോലെ തന്നെ പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ആർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് റൂള്. അതായത് ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു അനദർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ദെൻ ദി ആംഗിൾസ് ആർ ഈക്വൽ. സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു അനദർ സൈഡ് ടു അതർ സൈഡ്സ് ഓഫ് ദി അനദർ ട്രയാങ്കിൾ, ദെൻ ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഏത് ആംഗിൾ ആണ് ഈക്വൽ എന്നാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, ഇപ്പം നമ്മൾ കണ്ടു എ ബി ഈക്വൽ ടു പി ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ എയിലും ബിയിലും ഇല്ലാത്തത് ഏതാണ്? സി ആണുള്ളത് അല്ലേ? ഇനി അതുപോലെ തന്നെ ഈ പി ആറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആ കൂടി പി ക്യു ആർ ആണ് ഉള്ളത്. അപ്പോൾ പിയിലും ആറിലും വരാത്തത് ആംഗിൾ ക്യൂ. അങ്ങനെയും നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കി എ സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ സുഖമാണ്, എയും സിയും അല്ലാത്തത് ഏത് ആംഗിളാണ്? ആംഗിൾ ബി. അതുപോലെ പി ക്യൂവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും അല്ലാത്ത ആംഗിൾ ആറാണുള്ളത്. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സ്പീഡായിട്ട് നമുക്ക് പറയാനും സാധിക്കും. അത് മനസ്സിലായിട്ടിരിക്കണം, പക്ഷെ സ്പീഡായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ആംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഓക്കെ.